ഇടുക്കി പന്നിയാർകുട്ടിയിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് 3 പേർ മരിച്ചു. ഒളിമ്പ്യൻ KM ബീനമോളുടെ സഹോദരി റീന, ഇവരുടെ ഭർത്താവ് ബോസ്, ബന്ധു എബ്രഹാം എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം പന്നിയാർകുട്ടിക്ക് സമീപത്ത് വെച്ച് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. പന്നിയാർകുട്ടിക്ക് സമീപം കുത്തനെയുള്ള ഇറക്കവും കൊടുംവളവുമുള്ള ഭാഗത്ത് വെച്ചാണ് നിയന്ത്രണം വിട്ട ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞത്. ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. വലിയ പാറക്കല്ലിനടിയിൽപ്പെട്ട അവസ്ഥയിലായിരുന്നു റീന. ബോസും റീനയും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. എബ്രഹാമിനെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരിച്ചത്. ഞങ്ങളൊരു ഒറ്റക്കെട്ടുകൊണ്ടാണ് ഞങ്ങൾ ചേർന്നിരുന്നത്. അതൊരു നല്ല ഗുരുതരാവസ്ഥയിലായിരുന്നു. അത്യാവശ്യം ഈ അവരത്തെന്ന് പറഞ്ഞ ആൾക്ക് അത്യാവശ്യം ഇരിക്കാനുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിയെ എടുത്തുകൊണ്ട് പോയത് ആദ്യമേ ഒരു ഉടക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അങ്ങ് ചെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനായിരുന്നു. ഉടക്കി എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ജീപ്പ്. അപ്പം ജീപ്പ് ഓഫായില്ലായിരുന്നു. കുടിവെള്ള വിതരണത്തിനായി റോഡരികിലിട്ടിരുന്ന ഹോസിൽ കയറി വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതാണെന്നാണ് നിഗമനം. വീതി കുറഞ്ഞ പാതയോരത്ത് സ്ഥാപിച്ചിരുന്ന ഹോസുകൾ മണ്ണിട്ട് മൂടിയിരുന്നില്ല. ഹോസിൽ കയറിയതോടെ നിയന്ത്രണം നഷ്ടമായ വാഹനം റോഡിൽ നിന്നും തെന്നിമാറി സമീപത്തെ പാറക്കെട്ടുകളിലും മരത്തിലും ഇടിച്ച് കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു. ഏതാണ്ട് ഈ വഴി കിടന്ന് ഓസ് കയറി തെന്നി നിയന്ത്രണം വിട്ടു പോയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റോഡിന്റെ സൈഡിൽ റോഡിലേക്ക് തന്നെ ഇത് തന്നെ ഇങ്ങനെ കുറേയൊക്കെ റോഡിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ വീതിയില്ലാത്ത വഴിയാണ്. വീതിയില്ലാത്ത വഴിയായതുകൊണ്ട് ഇവിടെ ഇതിന്റെ ഈ സൈഡിലെല്ലാം വെള്ളം പിടിച്ച് കിടക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ റോഡിലേക്ക് തന്നെ ഓസ് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ബന്ധുവീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം തിരികെ മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. വിദഗ്ധ ചികിത്സയ്ക്കായി എബ്രഹാമിനെ കൊണ്ടുപോകുന്നതിന് ICU ആംബുലൻസ് ലഭിക്കാനും താമസം നേരിട്ടു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.